ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വീട്ടിൽ തന്നെ ബണ്ണ് റെഡിയാക്കി ഫില്ലിംഗ് എങ്ങനെ തയ്യാറാക്കി അതിനകത്ത് വെക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കപ്പ് പാലാണ്, ഇളം ചൂട് പാലെടുത്തേക്കണേണ്. ഇത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പൊങ്ങി വരുള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതാ ഇതൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല ഈസ്റ്റായിരുന്നു കേട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ച് എടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. കുഴച്ച് നല്ല തേച്ച് മയപ്പെടുത്തുക എന്ന് പറയില്ല, അതേപോലെ നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിനകത്തിട്ട് കുഴച്ചെടുത്താൽ മതി, പക്ഷെ അതിനകത്ത് അങ്ങോട്ട് സ്പേസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എണ്ണയും കൂടി കയ്യിൽ തടവിയിട്ടാണ് ഇത് കുഴച്ചെടുത്തത് കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഞാൻ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി തടവിയിട്ട് നമുക്കിതും ഒന്ന് നമ്മൾ കയ്യിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എണ്ണ എടുത്തത്. നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് അതിന് പുറമേ കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് നല്ല എയർ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് ഇതില്ലെങ്കിൽ ഒരു പാത്രം വെച്ച് മൂടിയാലും മതിയിട്ടാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെന്ന് മാത്രം. നല്ലൊരു എയർ ടൈറ്റായ പാത്രത്തിലേക്കിട്ട് മൂടി വെച്ചാലും മതി. ഇതിങ്ങനെ ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായി. അപ്പം നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തേക്കണേണ് കേട്ടോ, അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. വളരെ കുറച്ച് മസാല നമുക്ക് മതി ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. 3 കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം കേട്ടോ. കുറച്ചിട്ടിട്ടുള്ളൂ ഞാൻ. ഒരു തക്കാളിയുടെ പകുതിയാണ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേണ് അരിഞ്ഞത്. അതും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് പൊടികളൊക്കെ ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ്. അതൊന്ന് ആയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി,
ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതില്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി തന്നെ ചേർക്കാം കേട്ടോ. ഒരു നല്ലൊരു റെഡ് കളർ പോലെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ അങ്ങനെ കിട്ടുമ്പോഴാണ് നല്ല അത് ഇങ്ങനെ വെന്ത് കുക്കായി വരുമ്പോഴും നല്ലൊരു ഭംഗിയാണ് അതിനകത്തുള്ള ഫില്ലിങ് കാണാനൊക്കെ. നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമുക്ക് വളരെ കുറച്ച് അളവിലാണ് ഞാൻ ചെമ്മീൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചെമ്മീൻ ഇട്ടാണ് ഫില്ല് ചെയ്യാൻ പോണ ബണ്ണ്. നല്ലൊരു ടേസ്റ്റാട്ടോ ചെമ്മീനൊക്കെ ഇട്ട് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് നമ്മൾ ആ ബണ്ണിന് അകത്തൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് അല്പം വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിക്കാം. ചെമ്മീനൊന്ന് വേകാൻ വേണ്ടി മാത്രമുള്ള ഒരു വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി വെള്ളം. അധികം ആയിപ്പോയാൽ പിന്നെ അത് ഒരുപാട് നേരം ഇരുന്ന് അത് വറ്റാൻ നടക്കണം. അപ്പം നമുക്ക് അതിന് നല്ലത് വളരെ കുറച്ചിൽ ഒന്ന് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അവിടെ 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായി. നമുക്ക് പാകത്തിൻ്റെതായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ച് വേവ് നമുക്ക് നമ്മുടെ ബണ്ണിൻ്റെ ഫില്ലിങ്ങിൻ്റെ അകത്തിരുന്ന് വെന്തോളും. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മല്ലിയില ഇട്ട് എടുക്കാം. നമുക്ക് ഇത് ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കയ്യിലൽപ്പം എണ്ണ തേച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 6 ഉരുളയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് നമുക്കിതിനൊന്ന് നമ്മളിന്ന് ഈ ട്രേയിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് അല്പം എണ്ണ തടവി കൊടുക്കണേണ്. ഇതിൽ വെച്ചാണ് ഒന്ന് ബേക്ക് ചെയ്യണം. കേക്ക് ടിന്നെ എടുത്താലും മതി. പക്ഷെ ഇന്നിപ്പോൾ ഞാനിത് ഈ ഒരു തട്ടിലാണ് വെച്ച് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് മസാലപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായി. ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസറോള ചീസാണത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. കുറേശ്ശായിട്ട് നമ്മുടെ ബണ്ണിൻ്റെ അകത്ത് നമുക്കിതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ടേസ്റ്റ് വന്നാൽ മതി. നമ്മൾ അല്പം കൂടി കയ്യിൽ എണ്ണ എടുത്തിട്ട് നമ്മളിതിങ്ങനെ ഓരോ ഉരുള എടുത്ത് നമ്മളിതിങ്ങനെ ഒന്ന് പതുക്കെ കുഴിച്ച് കൊടുക്കാൻ പോണേണ് കേട്ടോ. നമ്മൾ ഈ കുഴിയുടെ അകത്താണ് ഇന്ന് നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോണത്. ഇതിലേക്ക് വളരെ കുറച്ച് ഫില്ലിങ്ങേ കൊള്ളുള്ളൂ കേട്ടോ. അതിൻ്റെ പുറകിൽ കുറച്ച് ചീസും കൂടി വെച്ചിട്ട് നമ്മൾ ഇതിനിങ്ങനെ വലിച്ചാണ് മൂടി വെക്കണത് കേട്ടോ. ഇങ്ങനെ വലിച്ചൊട്ടിക്കാൻ പോണെയാണ്. ഇങ്ങനെ പിടിച്ച് വലിക്കുക, ഇങ്ങനെ ഒട്ടിക്കുക, അങ്ങനെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ നേരത്തെ ഓയിൽ തേച്ച ട്രേയിലേക്ക് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം. കുറച്ച് അകലം പാലിച്ചിട്ട് വേണം വെക്കാനായിട്ട്.
ഇങ്ങനെ ഇതേപോലെ ഗ്യാപ്പിട്ട് വേണം വെക്കാനായിട്ടെന്ന് വെച്ചത് ഒന്നും കൂടി നമ്മളൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിത് സ്റ്റീമറിലേക്ക് വെക്കണത്. ഇനി അടുത്തതെടുത്ത് നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് പതുക്കെ നമുക്ക് കുഴി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണേണ്. കയ്യിൽ കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് അതിനകത്തേക്ക് ചീസ് ഇട്ട് കൊടുക്കണേണ്. വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ വലിച്ച് ഒട്ടിക്കണേണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കണോണ്ട് നമുക്കതിങ്ങനെ വലിക്കാനും വരും എളുപ്പം. ഇങ്ങനെ ഒരുപാടൊന്നും നമുക്ക് അമർത്തിയൊന്നും ചെയ്യണ്ട. ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം നമുക്ക്. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് അതേപോലെ തന്നെ നിറച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം ഞാൻ പ്രീ ഹീറ്റിന് വേണ്ടി ഇട്ടിട്ടുണ്ടായി. അത് നമുക്ക് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേച്ചത്. നല്ലപോലെ ചൂടായി കിടക്കണേണ്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു റിങ് ഇടണേണ്. നമ്മൾ ഇതിനകത്തേക്ക് കൈ മുട്ടാതെ വേണോട്ടെ വെച്ച് കൊടുക്കാനായിട്ട്. അടിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാനത് പ്രീ ഹീറ്റിൽ ഇട്ടിട്ടുണ്ടായി. എന്നിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടും അതേ ലെവലിൽ തന്നെയാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചേക്കണത് കേട്ടോ. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബൺ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബൺ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ. അതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേനേലും സോഫ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്രയും സോഫ്റ്റാണ് എല്ലാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സർപ്രൈസ് എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള അവർക്കിഷ്ടമുള്ളൊരു എന്തെങ്കിലും ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുപോലെ തന്നെ ചെയ്യാം. എഗ്ഗാണെങ്കിലും വെച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ.